ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് താമസം. അതെ, ഈ ഹോട്ടലിൽ നല്ല ഭക്ഷണമുണ്ട്. അങ്ങനെ അവിടെ ഹോസ്റ്റ് വിട്ടതാണ്. അതെ. വാട്ട് അബൌട്ട് ദ ഫുഡ്? Yeah, it's amazing. I'm eating some chicken. The biryani just arrived. Thank you. അപ്പോൾ ആൾ അടിപൊളി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you. എൻജോയ് യുവർ മീൽ. Thank you. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇതിൽ കയറാൻ ആളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടു. What is the logo of this car? See? See? Mahindra. Mahindra. How you go? എല്ലാ ലോഗോ Oh. Volkswagen എല്ലാത്തിന്റെ ലോഗോ. This Mahindra looks like. What's the name of this car? What? What's the name of this car? Tell me, I don't know. Eh? Sir, I can see. Read this. What is this? ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഡെലിവറി വ്ളോഗാണ്. അപ്പം ഇന്ന് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന വണ്ടി കണ്ടോ, തൊട്ട് ബാക്കിലായിട്ട് കിടക്കുന്നുണ്ട്. XUV 700 AX7 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ബ്ലാക്ക് എഡിഷൻ ആണ്, അതായത് ഫുൾ ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു XUV 700 അലോയ്സും കാര്യങ്ങളും എല്ലാം ഡാർക്ക് ആയിട്ട് വരുന്ന ഈ ഒരു വണ്ടിയാണ് നമ്മളിന്ന് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഡെലിവറി ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ചെങ്ങന്നൂരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഏകദേശം 6 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം എത്താനായിട്ടുണ്ട്. ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സൈഡാക്കിയാണ് കേട്ടോ. ഞാനും ജസീംക്കയും കൂടെ ഉണ്ട്. ജസീംക്ക, ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വണ്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് XUV 700 നമ്മളെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു മോഡലാണ്. അതെ, AX7 ആണ്. AX7 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പോളി ബ്ലാക്ക് ആണ്. നമ്മുടെ പുതിയ ബ്ലാക്ക് എഡിഷൻ ആണ് വണ്ടി. അതെ, നമുക്ക് ഇനി ഏകദേശം ഒരു കണ്ടോ ഒരു 115 കിലോമീറ്റർ, 3.5 മണിക്കൂറാണ് ടൈം കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം 115 കിലോമീറ്ററോടെ നമുക്ക് ഓടാനുണ്ട്. അപ്പോൾ നമ്മളിപ്പം കുറേ ടൈമായിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കാണ് നമ്മളെ മലപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ബ്ലോക്കാണ്, റോഡൊക്കെ ഭയങ്കര റഷാണ്. അപ്പോൾ പതുക്കെ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയാണെങ്കിലും നമ്മൾ ആ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഓവർ സ്പീഡൊന്നും എടുക്കാതെ നല്ല എന്ന് വെച്ചാൽ സ്പീഡ് എടുക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ അല്ല റോഡൊന്നും. ഇന്നിപ്പം ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്, നല്ല ട്രാഫിക്കാണ്, നല്ല റഷായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇനി ഇവിടുന്ന് നേരെ പോകണം. ഇരുട്ടാവണം മുമ്പായിട്ട് നമുക്ക് എറണാകുളം, എന്തായാലും എറണാകുളത്ത് നല്ല ബ്ലോക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അതൊക്കെ ബ്ലോക്ക് നല്ല റെഡ് ഇതാണ് കാണിക്കുന്നത് കണ്ടോ. കയറുമ്പോൾ തന്നെ ഫുൾ റെഡ് ആണ്. ഇതാണ് കേട്ടോ വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുന്ന കാണിക്കണത്. അപ്പോൾ നമ്മളിന്ന് രാത്രി സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് വണ്ടി ഡെലിവറി കൊടുക്കുന്നത്. റൂമൊന്നും നിലവിൽ ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുവിധം ഞങ്ങൾ നോക്കിയ സ്റ്റേ എല്ലാം ഫുള്ളാണ്. അതെ, അപ്പം വേറെ 1-2 ഓപ്ഷൻ നോക്കുന്നുണ്ട്. എന്തായാലും എവിടെയെങ്കിലൊക്കെ കിട്ടും. നമ്മൾ ഒരു സ്റ്റേ എന്തായാലും സംഘടിപ്പിക്കണം. രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എത്ര മണിക്കാണ്? നമ്മൾ ഏകദേശം ഒരു 12 മണിക്കുള്ളിലായിട്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തായാലും പള്ളിയിൽ പോകാനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു 12 മണിക്കുള്ളിലായിട്ട് ഡെലിവറി കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഇതാണ് വണ്ടി. അപ്പോൾ വെളിച്ചം കുറഞ്ഞു വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി പോയാലോ. എന്തായാലും ഒരു 115 കിലോമീറ്ററോടെ ഓടാനുണ്ട്. അപ്പോൾ ബ്ലാക്കിന്റെ ഒരു ഭംഗി എന്താ അല്ലേ. ഞങ്ങൾ ഈ കസ്റ്റമർ ശരിക്കും XUV 700 പെട്രോൾ ഓട്ടോമാറ്റിക്കലി 7 സീറ്റർ വന്ന സമയത്തേ പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പൊ ആ പുള്ളി ബുക്ക് ചെയ്തത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആയിരുന്നു. മിഡ് നൈറ്റ് ബ്ലാക്ക് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വണ്ടി പെട്ടെന്ന് കിട്ടുന്ന കുറച്ച് വെയിറ്റ് ചെയ്തു. പക്ഷെ വണ്ടി പിന്നെ നമുക്ക് അവൈലബിലിറ്റിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്ത് ഡിസംബർ ഈ മാസം ഫസ്റ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ എന്നോട് ചോദിച്ചു കളർ ഏതാണ് നല്ലതെന്നുള്ള രീതി ചോദിച്ചു. അത് ആദ്യം മിഡ് നൈറ്റ് ബ്ലാക്ക് അല്ല ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നെപ്പോളി ബ്ലാക്ക് എടുക്കാം. അപ്പോൾ ഇത് വന്നതിൻ്റെ ശേഷം ഇത് നല്ല മൂവിങ് ഉണ്ട്, നല്ല കളറുമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇന്ന് അതായിക്കോട്ടെ അതന്നെ ആക്കാന്ന് വെച്ചിട്ട് വരുന്നത്. അതെ, അപ്പോൾ AX7 ആണ് കേട്ടോ. AX7 ബ്ലാക്കിന്റെ ഭംഗി വേറെ തന്നെ അല്ലേ. ഫുൾ ഇത് ബ്ലാക്ക് എഡിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഈ ഗ്രില്ലിന്റെ ഈ ഭാഗം മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഫുൾ ബ്ലാക്ക് ആണ്. ഇതിൽ സെൻട്രലി ലോഗോ മാത്രമാണ് ഒരു ക്രോം ആയിട്ട് നിൽക്കുന്നത്. ഇതിപ്പോ AX7 തന്നെ വേരിയന്റ് അല്ലേ. അതെ, അപ്പൊ ഇതില് AX5ലേക്ക് വരുമ്പോൾ മെയിൻ മാറ്റം എന്താ അറിയോ? ഒന്ന് ഈ ഗ്രില്ലിലുള്ള ഈ ബ്ലാക്ക് ഉണ്ടാവില്ല, അത് ഗ്രില്ല് ബ്ലാക്ക് ആവില്ല. നോർമലി ബ്ലാക്ക് വണ്ടി ബോഡി ഫുള്ള് ബ്ലാക്ക് ആവും വരിക, പിന്നെ ഗ്രില്ല് ബ്ലാക്ക് ആവില്ല, അതേപോലെ അലോയ് ബ്ലാക്ക് ആവില്ല. അതാണ് ഡിഫറൻസ് വരിക ബ്ലാക്ക് എഡിഷനും പിന്നെ നമ്മൾ AX5 തമ്മിലുള്ള വ്യത്യാസം. അതെ, പിന്നെ ഇതിൽ റഡാർ വരുന്നുണ്ട് അഡാസിന്റെ, അതുണ്ടായിരിക്കില്ല. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം. ഫ്രണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ AX5ഉം AX7ഉം തമ്മിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫ്രണ്ടിൽ ഈ പാർക്കിംഗ് സെൻസർ കണ്ടോ, ഇതൊക്കെ അഡീഷണൽ ചെയ്തതാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അധികം ടൈം കളയാതെ പോയാലോ. ഞങ്ങളങ്ങനെ എറണാകുളം എത്തിട്ടോ. അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ ഒന്നിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസീമൊക്കെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ബാക്കിലിരിക്കട്ടോ. ബാക്ക് സീറ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടികളെ ഹോണടി അല്ലേ മൊത്തം, നല്ല റഷാണ്. ശനിയാഴ്ച കൂടെ അല്ലേ, അതെ. അപ്പോൾ എല്ലാവരും ടൗണിലേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. മൊത്തത്തിൽ ആകെ വണ്ടികളാണ്, ഒരുപാട് വണ്ടികളുണ്ടല്ലോ ഇവിടെ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. അങ്ങനെ ഞങ്ങള് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്റ്റേ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് റൂം നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. റൈസ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട്. റൈസാ റൂമുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നോക്കി നമ്മൾ ചങ്ങനാശ്ശേരി, അതേപോലെ തിരുവല്ല, ചെങ്ങന്നൂര്, ഈ 3 ലൊക്കേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. ചെങ്ങന്നൂരിന് ഒരു റൂം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് പോയിട്ട് നമ്മൾ റൂം സെറ്റ് ആക്കും. ഓൺലൈനിൽ ബുക്ക് ചെയ്യണില്ല. നമ്മൾ നേരത്തെ PWD റെസ്റ്റ് ഹൗസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയി പോയില്ലേ. റെസ്റ്റ് ഹൗസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുള്ളാണ്. അപ്പോൾ ഞങ്ങളിപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാ ഇതും ഫില്ലാണ്. പിന്നെ നമുക്കിപ്പോൾ ലാസ്റ്റ് കോട്ടയത്താണ് ഒന്ന് ഫ്രീ ആയിട്ട് കാണിച്ചത്. രാവിലെ നോക്കിയ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു റോക്സ് ടൗൺ, അപ്പോൾ കോട്ടയത്തില്ല. അപ്പോൾ നിലവിൽ PWD റെസ്റ്റ് ഹൗസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിനി വേറെ റൂം ഇങ്ങനെ സെറ്റാക്കാനുള്ളൊരു പ്ലാനിലാണ്. നമ്മളങ്ങനെ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. അപ്പോൾ വണ്ടി ഇതാ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹലായിസിലേക്കാണ് തോന്നുന്നുള്ളത്. ആലപ്പുഴയുള്ള അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ഹലായിസ് റെസ്റ്റോറൻറ്റ്, ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത്. സീൻക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പോയോ, ഫുഡ് കഴിക്കാൻ പോവാ. ജാക്ക് ഫ്രൂട്ട് ചക്കൊക്കെ 70 റുപ്യ. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോഴേ ഇങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാട്ടോ. ഹൈ. Hello. I'm Michiel. From Belgium. Belgium. Okay. അങ്ങനെ ഞങ്ങള് ആലപ്പുഴയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്ന റൈസ് ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഫുഡ്. പിന്നെ ഹലായിസിൽ കുഴപ്പമില്ല. നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഫുഡിന്റെ ഒരു ഇത് അറിയാം. അപ്പോൾ നമ്മളങ്ങനെ ഷവായും കുബൂസ കഴിച്ചു. പിന്നെ നമ്മളവിടുന്ന് പരിചയപ്പെട്ട ആ ഒരു ബെൽജിയംകാരൻ, ആളും അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മൂപ്പര് വന്ന സമയത്ത് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പറ്റിയൊക്കെ ചോദിച്ചു. അങ്ങനെ മൂപ്പര് ഇങ്ങോട്ട് സംസാരിച്ച് ഇങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കമ്പനി ആയിട്ടാണ് ആളോട്. പക്ഷെ മൂപ്പര് എല്ലാവരോടും കണ്ടിട്ടൊക്കെ സംസാരിച്ചിട്ട് ഭയങ്കര ജോളിയായിട്ടുള്ള ഒരു ടൈപ്പ് മനുഷ്യൻ, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണത് എന്താണ് ഭക്ഷണം കഴിക്കണതെന്നൊക്കെ ചോദിച്ച് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടാണ്. പിന്നെ നമ്മളെ വണ്ടിനെ കുറിച്ച് നമ്മളെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ മൂപ്പരെ കണ്ടല്ലോ നമ്മള്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മൂപ്പര് നമ്മളെ വണ്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചു. നമ്മളിങ്ങനെ ഡെലിവറി ചെയ്യാൻ വന്നാന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അവൾക്ക് വണ്ടി പുറത്ത് നമ്മൾ പാർക്കിങ്ങിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം ആൾക്ക് ഇങ്ങനെ വണ്ടികളെ കുറിച്ച് വലിയ താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മളെ വണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ മൂപ്പരെ ആളെ നാട്ടിലുള്ള വണ്ടികളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ എന്തായാലും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോന്നു. അല്ലെങ്കിൽ ആൾക്കൊന്ന് വണ്ടിയൊക്കെ ഒന്ന് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കരുത്. അതെ, നമുക്ക് എന്തായാലും അടുത്ത് ഇപ്പൊ 10 മണിയായല്ലോ, അധികം വൈകാതെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ടൂറിസ്റ്റുകൾ ഈ ഫോറിനേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടില് അവിടെ മലപ്പുറത്തൊന്നും അങ്ങനെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റില്ല. വളരെ റയർ ആയിട്ട് ആരെങ്കിലും ഒക്കെ കൂടി പാസ് ചെയ്താലായി. അതെ, ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളെ കാണുക. അപ്പൊ നമുക്ക് അങ്ങനെ കൂടുതൽ ഇങ്ങനെ ഫോറിനേഴ്സിനെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവരോട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇതായിട്ട് സംസാരിക്കണം എന്നൊന്നും നമുക്ക് ഉള്ളിലുള്ള ഇംഗ്ലീഷ് ഒന്നും വരില്ല. അപ്പം അവർ പറയണെല്ലാം മനസ്സിലാവും കേട്ടോ. പിന്നെ ആളുടെ നാട്ടിലെ ബെൽജിയത്തിലുള്ള ഭാഷ എന്തൊരു പേര് പറഞ്ഞു, അതാണ് നമ്മളെ മൂപ്പരെ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ മൂപ്പര് മൂപ്പരെ ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ തന്നു, ഫോളോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിങ്ങനെ യാത്രകളിൽ ഇതേപോലെ ചില ഇതൊക്കെ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ബെൽജിയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മൂപ്പരെ വിളിക്കാമല്ലോ. അതെ 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 അതെ. എന്തായാലും നമ്മളെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യണം.
പിന്നെ നമ്മൾ വണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. XUV 700 AX7 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ പഴയ വീഡിയോസിലൊക്കെ കണ്ടാൽ അറിയുണ്ടാവും. നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി 700 AX7 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എം സ്റ്റാലിയൻ വരുന്ന ഈ ഒരു TGD 200 bhp പവർ വരുന്ന ഒരു എഞ്ചിൻ. കുറേ ടൈമായിട്ട് വളരെ നമ്മൾ കെയർഫുൾ ആയിട്ടാണ് ഓടിക്കുന്നത്. 11 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മളെ ക്ലസ്റ്ററിൽ കാണിക്കുന്ന മൈലേജ് കേട്ടോ. കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ ടൈമായിട്ട് നമുക്ക് 15 കിലോമീറ്റർ തന്നെയല്ല 11 കിലോമീറ്റർ തന്നെയാണ് ഈ മൈലേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊന്ന് റീഫിൽ ചെയ്യണം. റോഡൊക്കെ ഭയങ്കര മോശമാണ് ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലങ്ങളിൽ ഓരോ ബമ്പുകൾ വരും. പിന്നെ ആണെങ്കിൽ കണ്ടോ അതേപോലെ നല്ല റോഡുകളും വരും. ആലപ്പുഴ മൊത്തത്തിൽ നല്ലൊരു ഡ്രൈവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു സ്പേസ് അല്ല പ്ലേസ്. പിന്നെ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി ഏരിയ ഒക്കെ സ്ട്രൈറ്റ് റോഡുകളാണ് കൂടുതലുള്ളത്. നിരപ്പായ റോഡുകളായതുകൊണ്ട് റോഡുകളാണ്. അപ്പൊ എന്താ രസമായിട്ട് ഇങ്ങനെ ഓടിച്ചു പോകും. റോഡ് കയറി കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആണ്. കാലെടുത്ത് കഴിഞ്ഞാൽ കയറി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിനും. ഇനി നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഒരു 3/4 മണിക്കൂറും കൂടെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഫ്യൂലൊക്കെ ഒന്ന് റീഫിൽ ചെയ്തിട്ട് വേണം പോകാൻ. നാളെ നമ്മൾ ചെങ്ങന്നൂർ തന്നെയാണ് നമ്മളെ സ്റ്റേ നോക്കുന്നത് കേട്ടോ. ചെങ്ങന്നൂർ തന്നെയാണ് നമുക്ക് നമ്മളെ ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനും. അപ്പോൾ നാളെ അവിടെ അധികം ഡ്രൈവ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വണ്ടി പോയിട്ട് ഡെലിവറി ചെയ്യണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഓടി നമുക്ക് എത്താൻ പറ്റുന്ന അത്രയും ദൂരം നമ്മൾ ഓടുന്നത്. മലപ്പുറത്ത് നേരത്തെ ഇറങ്ങിയോണ്ടേ അതെ ഈ സമയത്ത് എത്താൻ പറ്റി. പിന്നെ എറണാകുളത്ത് അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ടൈം വൈകിയത്. നമുക്ക് എന്തായാലും ഇനി നേരെ നമ്മളെ ലൊക്കേഷനിലേക്ക് പോവാം. നമ്മളവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. പിന്നെ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ഇതിൽ ഏകദേശം ഒരു 1 lakh rupees ആക്സസറീസ് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കാണിച്ചു തരും. അങ്ങനെ സമയം 11 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഹോം സ്റ്റേയിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് റൂമും കാര്യങ്ങളൊക്കെ തപ്പി ലാസ്റ്റ് നമുക്ക് ഒരു ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെങ്ങന്നൂരാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കസ്റ്റമർ ലൊക്കേഷൻ്റെ ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത് തന്നെയായിട്ടാണ് നമുക്കൊരു ഹോം സ്റ്റേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റൂം കുറേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂമുകളും ഏകദേശം നമ്മൾ ഈ ടൈം ആയതുകൊണ്ടൊക്കെ ഫില്ലായിട്ടുണ്ട്. പിന്നെ റെസ്റ്റ് ഹൗസ് പറഞ്ഞല്ലോ, റെസ്റ്റ് ഹൗസ് നമ്മൾ നോക്കിയ സമയത്തെല്ലാം ബുക്ക് ചെയ്യാൻ നോക്കിയ സമയത്തെല്ലാം ഫില്ലാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ഹോം സ്റ്റേ നമുക്ക് ചെറിയൊരു റേറ്റിൽ ഹോം സ്റ്റേ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഹോം സ്റ്റേ കേട്ടോ. ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. അതിൻ്റെ ആ ഒരു ടോപ്പിൽ മൊത്തം നമുക്കിപ്പം തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 3 റൂമാണ്. അവിടെ ഒരു റൂം, ഇതൊരു റൂം, അതേപോലെ ഇവിടെ റൂം. അങ്ങനെ ടോട്ടൽ 3 റൂമും അതേപോലെ ഇവിടെ ഒരു കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, സ്റ്റോർ റൂം, അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതിൽ നമ്മൾ ഈ കാണുന്ന റൂമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, ബേസിനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതൊരു ഹോള്, വലിയൊരു ഹോളാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ്, TV കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ റൂം, ഈ റൂമാണ് ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത്. സിംക്ക് അവിടെ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് റൂം സെറ്റാണ്. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും നല്ല റൂമിനെ കിട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കുറച്ച് വൈകിട്ടാണെങ്കിലും നല്ല റൂമിനെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ടൈം നമ്മൾ ഓടിക്കുന്ന സമയത്ത് റൂം തപ്പുക എല്ലാം കൂടെ ഒരേ സമയം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് റെസ്റ്റ് ഹൗസാണ് സാധാരണ ബുക്ക് ചെയ്യല്ലേ. നമ്മള് പെട്ടെന്ന് വന്നോണ്ട് റെസ്റ്റ് ഹൗസിന്റെ ഒരു അവൈലബിലിറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല റൂം, അടിപൊളി റൂം തന്നെ കിട്ടി കേട്ടോ. നല്ല കിടിലൻ റൂമാണ്. പിന്നെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ നോർമൽ റൂം എന്ന് വിചാരിച്ചാൽ എടുത്തത്. പക്ഷേ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ബെഡും കാര്യങ്ങളും എല്ലാം നല്ലൊരു ആംബിയൻസ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡൊക്കെ ആക്സസ് ആണ്. നേരെ അപ്പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡ്, അടുത്ത റെയിൽവേ സ്റ്റേഷൻ, നല്ല ഓപ്ഷനാണ്. അതെ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ വൈഫൈ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഇത്രയും ഒരു ഫുൾ ഏരിയ നമുക്കായിട്ട് ഇപ്പം ഇന്ന് രാത്രി തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ അധികം ടൈമില്ല. നാളെ രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുമല്ലോ. ഒരു 9-10 മണിയാകുമ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യും. ബാത്റൂം കൂടെ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ സ്റ്റേ ഇവിടെയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങും. അപ്പം അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ബാക്കി. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇപ്പോൾ സമയം 7:45. ഇതാണ് നമ്മളെ സ്റ്റേൻ്റെ ഔട്ട് സൈഡ് വ്യൂ കേട്ടോ. ഇത് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. നിയറസ്റ്റ് ആണ്. ചെങ്ങന്നൂർ ടൗണിൽ നിന്ന് ക്വിക്കായിട്ടുള്ള ആക്സസ് ഉള്ളൊരു പ്ലേസാണ്. നമ്മളെ വണ്ടി ഇതാ താഴെ പാർക്കിങ്. ഇവിടെ സേഫായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ. പിന്നെ പ്രൈസ് എണീറ്റില്ല. പുള്ളി ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ടാണ് കിടന്നത്. പുള്ളിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉറങ്ങാണ്.
ഇത് നല്ലൊരു സ്റ്റേ കേട്ടോ. നമ്മൾ ബഡ്ജറ്റ് ലെവലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു സ്റ്റേ ആണ്. അത്യാവശ്യം ഇതൊരു ഹാളുണ്ട്, പിന്നെ 3 റൂമുണ്ട് ഇവിടെ. അപ്പം അതിലൊരു റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കാൻ വന്നത് കേട്ടോ. ആര്യാസിന് ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ പോവാണ്. നമ്മളെ ഹോം സ്റ്റേയിൽ എത്തിയിട്ട് കുറച്ച് കാര്യങ്ങളോട് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിങ്ങനെ തിരിച്ചു വരാം കേട്ടോ. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, സി സിനിമാസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മളെ റൂം വരുന്നത്. 3ാമത്തെ വീടല്ലേ, ആ വീടല്ലേ, ആ കാണുന്ന വീടാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളെ ഇതിൻ്റെ മേലത്തെ, അതിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട് അല്ലേ? മഴയില്ലാത്തതുകൊണ്ട് ചളിയൊന്നുമില്ല, പക്ഷെ നല്ല പൊടിയുണ്ട്. വാഷ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ നോക്കിയ സമയത്ത് നല്ലൊരു പാർക്കിംഗ് കൂടെ, സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടെ ആയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. നമ്മളിത് ഈ കാണുന്ന ഫസ്റ്റ് ഈ ഒരു റൂമിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. സമയം ഇപ്പോൾ 9:30, ഏകദേശം 9 മണി 9:30 ടൈം ആയിട്ടുണ്ട്. തന്ന പോലെ തന്നെ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. പോലെ ഇവിടെ ചെറിയൊരു ബാൽക്കണിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വണ്ടി ഇത് താഴെ ഉണ്ട്. അപ്പോൾ പോവാം. നല്ല അടിപൊളി സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. നല്ലൊരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാല്ലേ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങി പിന്നെ വാഷിംഗ് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:50 റൈസാണ് ഡ്രൈവിംഗ് സീറ്റുള്ളത്. റൈസേ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഉറക്കം? അതെ അതെ, ഞാൻ നേരത്തെ കിടന്നു. റൈസ് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നത്, വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ ഏകദേശം 8 മണിക്കല്ലേ ഞാൻ നീക്കുന്നത്? അതെ, 8 മണി. 8 മണി നല്ല ഉറക്കായിരുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു വാഷിംഗ് സെൻറ്റർ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ഞാൻ പറഞ്ഞ ഇന്നലെ ഒരു ഏകദേശം ഒരു 1 ലാഖിൻ്റെ ആക്സസറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആക്സസറി എന്ന് പറയുമ്പോൾ 1 ലാഖിൽ നമുക്ക് ഇൻക്ലൂഡിങ് സെറാമിക് കോട്ടിംഗ് ആണ് കേട്ടോ. ഇതിൽ സെറാമിക് കോട്ടിങ് ചെയ്ത വണ്ടിയാണ്. അപ്പം വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫോം വാഷാണ് ചെയ്യേണ്ടത്. നമുക്ക് ബോഡി കൂടുതലായിട്ട് റബ്ബ് ചെയ്തിട്ട് തുറക്കാൻ പറ്റില്ല. അപ്പം നല്ല ഫോം വാഷുള്ള ഒരു വാഷിംഗ് സെൻറ്റർ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ സ്റ്റേയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ. പിന്നെ ഇന്ന് സൺഡേ കൂടെയാണ്, അപ്പോൾ എല്ലാ വാഷിംഗ് സെൻറ്ററും ഓപ്പൺ ആയിരിക്കില്ല. ഓപ്പൺ ആയിട്ടുള്ളൊരു വാഷിംഗ് സെൻറ്റർ നോക്കി അവിടെ വിളിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ച് ചോദിച്ചാൽ ഓപ്പൺ ആണെന്ന് പോയിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സെറാമിക് ചെയ്തുകൊണ്ടേ അതിൻ്റെ വെള്ളത്തുള്ളിയിലാവുന്ന സമയത്ത് ആ ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഉണ്ടോ, വെള്ളം അതിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. വെള്ളം ഒലിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ വാഷ് ചെയ്ത് ഇറക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് എന്ത് ഭംഗിയല്ലേ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലായിട്ടുള്ളത്. നമ്മൾ നേരെ അവിടേക്ക് ചെല്ലുകയാണ്. വാഷ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടോ. ഇവിടുന്ന് റൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ചെങ്ങന്നൂർ ടൗണിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കസ്റ്റമറുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മളെ വണ്ടി കൂടുതലായിട്ട് ഇന്നലെ കാണിച്ചിട്ടില്ലല്ലേ? ഇല്ല. പിന്നത്തെ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ കൂടുതൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് AX7 ആണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് AX7 എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ്റെ താഴെ വരുന്ന ഈ ഒരു വേരിയൻറ്റിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. സെപ്പറേറ്റ് ഒരു വീഡിയോ അതിനായിട്ട് ചെയ്യാല്ലേ ഈ വണ്ടിയുടെ. അപ്പോൾ പിന്നെ ഈ വീഡിയോ അല്ല, വണ്ടിയിൽ കുറച്ച് ആക്സസറീസ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1 ലാഖിൻ്റെ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് സെറാമിക് കോട്ടിങ് തന്നെ നമുക്ക് ഏകദേശം എത്ര റേറ്റ് വന്നിട്ടുണ്ട്? ഏകദേശം 40 രൂപ റേഞ്ചിലുള്ള സെറാമിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്രണ്ടിൽ കണ്ടോ, അതിൽ ആ സ്ക്രീനും ഫ്രണ്ടിൽ വരുന്ന ക്യാമറയാണ്, അതുപോലത്തെ ബാക്കിലെ ക്യാമറയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡാഷ് ക്യാമാണ്. 4K ക്യാമറയാണ്. നമുക്കിതിൽ ഈ
ബട്ടണിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് വ്യൂ ആണത് കണ്ടോ. പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചുള്ള വ്യൂ ഉണ്ട്. പിന്നെ വൈഫൈ ക്യാമറയാണ്. ഇത് ഫ്രണ്ട് വ്യൂ കേട്ടോ. അപ്പം ഡാഷ് ക്യാം വണ്ടികളിൽ പൊതുവെ വെക്കുന്നത് നല്ല കാര്യമല്ലേ? അതെ, നിർബന്ധമാണ് ഇപ്പോഴത്തെ കാലത്ത് ഡാഷ് ക്യാം ഒക്കെ അല്ലെങ്കിൽ ഈ ആക്സിഡന്റ് ഒക്കെ നടക്കുന്ന ഈ കാലത്ത് എന്തായാലും നിർബന്ധമായിട്ടും വെക്കേണ്ട കാര്യമാണ്. അതെ. പിന്നെ എന്തൊക്കെ ആക്സസറീസ് വേറെ ചെയ്തിട്ടുള്ളത്? ഇതില് ചെയ്തിട്ടുള്ളത് ഒന്ന് ഡാഷ് ക്യാം നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറാനും ഇറങ്ങാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ല കമ്പനി സ്റ്റാൻഡേർഡ് സാധനം തന്നെ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് പിന്നെ 5D മാറ്റ് ചെയ്തിട്ടുണ്ട്. 5D മാറ്റ്, പിന്നെ നമ്മള് ഇല്ലൂമിനേറ്റഡ് സ്കപ്പ് ലൈറ്റ്, നമ്മളെ ലൈറ്റ് XUV 700 ലൈറ്റ് വരുന്നുണ്ടല്ലോ, അവിടെ ഡോർ തുറന്ന് ചോട്ടി കയറുന്ന ഭാഗത്ത് വരുന്നത്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ മഡ് ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ നമ്മളെ സ്ക്രാച്ച് വരാതിരിക്കാൻ പ്രൊട്ടക്ഷൻ, ഒരു ടൈൽ ഗേറ്റ് പ്രൊട്ടക്ടറും ചെയ്തിട്ടുണ്ട്. ഇതാണ് കാര്യമായിട്ട് നമ്മൾ ആക്സസറീസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ ഗാർഡ് ഇതെല്ലാം. ഇവിടുന്ന് ആ ലെഫ്റ്റിൽ കാണുന്ന ആ റോഡാണ് കേട്ടോ. ഇതിപ്പോ ശരിക്കും കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. മാന്നാർ, പരുമല, പള്ളി, കുത്തിയത്തോട് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾക്ക് പോകാനുള്ള റൂട്ടാണ്. ഒരു 100 മീറ്റർ കൂടെ പോകണം. തോന്നുന്നു ആ കാണുന്ന നേരെ കാണുന്ന വീട് കേട്ടോ. ആ മുമ്പിലുള്ള ആ ഗേറ്റ് ആവാനാണ് സാധ്യത. മാപ്പിൽ കാണിക്കുന്നത് അവിടെയാണ്, അല്ലെങ്കിൽ ഈ വീട്. ഇതിലേതോ വീടാണ്, ഇത് കറക്റ്റ് ഏതാന്ന് മനസ്സിലാവണില്ല. ഇത് ഈ വീടായിരിക്കും. ഈ വീട് തന്നെയാണ് കേട്ടോ. കാരണം PI ചാക്കോ കുത്തേപ്പ് കസ്റ്റമറുടെ പേര് ഇവിടെ മതിലുള്ളതുകൊണ്ട് നമുക്ക് വീട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഡെലിവറി പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. You like this one? Yeah, I like this car. This car, okay. This car is so good. How about What is the logo of this car? You see? See? Mahindra? Mahindra. How you go? എല്ലാ ലോഗോ പറയും. Mahindra. Volkswagen ആയാലും എല്ലാത്തിൻ്റെ ലോഗോ. Yeah, this Mahindra look like. What's the name of this car? What? What's the name of this car? Tell me, I don't know. Eh? So I can hear. Read this. What is this? XUV. XUV. What? XUV 700. What? ഒരുപാട് അഡ്ജസ്റ്റ് വരുമ്പോഴേ അല്ല, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് സാധാരണ ഓടിക്കണവര് ഓടിച്ചു പോവാ, അത്രേ ഉള്ളൂ. അല്ലല്ല, ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്തിട്ട് ഓണാക്കിയാൽ മതിയല്ലേ? അത് ഓണാക്കിയാൽ മതി. പിന്നെ ഫാൻ കൂട്ടണമെങ്കിൽ ഈ പ്ലസ് മൈനസ്. What? To go in so many places. ഇത് റെയിൽവേ സ്റ്റേഷനില്ലേ? What's your name? Nathan. Living in Abu Dhabi, right? What? Living in Abu Dhabi, right? Yeah, I live in Abu Dhabi. But here I live in Kerala. Yeah. In Kerala, in which is your place? My place is This place. Chinganur and Chinganur, പല്ലിശ്ശേരി. Alisheri and Perumal. ബൈ ബൈ. Bye bye. See you. Okay, ശരി എന്നാ. See you next time. Okay. See you. നെക്സ്റ്റ് ടൈം. എനിക്ക് ഒരു വിഷമമുണ്ടോ? അപ്പം അവർ പോവാണ്, നമ്മളും പോവാം. എന്താ രസമല്ലേ വണ്ടി, രക്ഷയില്ല, കാണാൻ രക്ഷയില്ല കേട്ടോ. നമ്മളങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:50 കേട്ടോ. 1:40 ട്രെയിൻ ഉണ്ട്. അപ്പം അതിന് നമുക്ക് പോകാനുള്ള പരിപാടി നോക്കണം.
അല്ലേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ, നല്ല മീൽസ് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു മുകളിൽ കാണുന്ന ആ ഹോട്ടലിൽ നിന്നാട്ടോ ഫുഡ് കഴിച്ചത്. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച ഹോട്ടലാണ് കാണുന്നത്, ഹോട്ടൽ ആര്യാസ്. നമ്മൾ അങ്ങനെ നേരെ പോയിട്ട് കുറച്ചുള്ളിലായിട്ടാണ് നമ്മൾ രാവിലെ സ്റ്റേ ചെയ്ത് കേട്ടോ. അപ്പം നേരെ ഇവിടുന്ന് കുറച്ചതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. ജസിംക്ക് ഇവിടെ എന്തോ സാധനം എന്തോ വാങ്ങിക്കാൻ പോയിട്ട് ബേക്കറി പോയതാണ്. അപ്പോൾ നമുക്കിനി 1:40 ട്രെയിൻ, ഏകദേശം 1:25 ആയിട്ടുണ്ട് സമയം. ഇവിടെ ഫുള്ള് ഈ അയ്യപ്പ ഭക്തന്മാരാട്ടോ, ശബരിമല സീസൺ ആണല്ലോ, ഒരുപാട് പേരുണ്ട്. ഇവരെ മെയിൻ ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ ഫുള്ള് ഫുഡ് കഴിക്കാൻ വരുന്നത് ഇവർ തന്നെയാണ്. വേണ്ടോ ഇവിടെ എല്ലാം ഫുള്ള് ആളാ. നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടോ. അതാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടോ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം നമ്പർ 3ലാണ് നമ്മൾ ട്രെയിൻ വരിക. നമ്മൾ ചെങ്ങന്നൂർ ടു തൃശ്ശൂരാണ് ടിക്കറ്റ് എടുത്തുള്ളത്. നമ്മൾ പോണത് പൂനെ, കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സിലാണ് കേട്ടോ. 52 മിനിറ്റ് ലേറ്റാണ് ട്രെയിൻ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം, നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇതിൽ കയറാളാണോ? നമ്മൾ പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് നല്ല നല്ല തിരക്കായിരുന്നു, നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടില്ല. അപ്ഡേറ്റ് ചെയ്തില്ലേ, സീറ്റില് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വേറെ AC കയറിയിട്ട്. അതെ, അതേപോലെ വലിയ തിരക്കാണ്, അങ്ങനെ ചെയ്യേണ്ടി വരും, അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. തൃശ്ശൂർ വരെ ട്രെയിനിൽ പോണ്ടേ. അതെ, നല്ല തിരക്കാട്ടോ, ഫുള്ളാണ്. കയറാൻ പറ്റൂലേ? ട്രെയിന് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് ചെങ്ങന്നൂരിൽ നിന്ന് നേരെ ട്രെയിൻ കയറിയപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ വന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഈ പറഞ്ഞല്ലേ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റില്ലായിരുന്നു. പിന്നെ എന്താ അവിടുന്ന് കോട്ടയത്ത് നിന്നൊക്കെ തൃശ്ശൂർക്ക് നല്ല ആളുണ്ടല്ലേ. തൃശ്ശൂർ എത്തുമ്പം ട്രെയിന് ഫ്രീ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂരാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ KSRTCക്ക് നേരെ മലപ്പുറം പോവുകയാണ് അടുത്ത പരിപാടി. അങ്ങനെ ഇന്നത്തെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മലപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് നേരെ KSRTCക്കാണ് വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ? ഡെലിവറി അടിപൊളിയായിരുന്നു, കസ്റ്റമർ ഹാപ്പിയാണ്. കസ്റ്റമർ ശരിക്കും ഇതിന്റെ ഓണർ ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് പേയ്മെന്റ് ചെയ്ത് ഫുള്ള് കൺഫേം ആക്കിയിട്ടാണ് നമ്മളെ ഡെലിവറി, ഹോം ഡെലിവറി വീട്ടില് അച്ഛനും അമ്മയുണ്ട്, അവിടെ കൊണ്ടുകൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ഫീഡ്ബാക്ക് ഒന്നുമില്ല, പക്ഷെ പുള്ളി മെയിലും കാര്യങ്ങളൊക്കെ അയക്കാം, ഇപ്പൊ നാളെ മെയിൽ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഹാപ്പിയാണ് എല്ലാവരും. നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് മുമ്പ് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? മുമ്പ് കസ്റ്റമർ കുറച്ച് മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. X5 ആയിരുന്നു. X5 7 സീറ്റർ വന്ന സമയത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആയിരുന്നു. ഇപ്രാവശ്യം കളറ് നമുക്കാണ് ഓപ്ഷൻ തന്നത്. അപ്പൊ എന്നോട് ഏറ്റവും ബെസ്റ്റ് കളർ ആണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഇറങ്ങുന്നതിൽ കൂടുതൽ ഏറ്റവും ബെസ്റ്റ് കളറ് നെപ്പോളി ബ്ലാക്ക് തന്നെയാണ്. ബ്ലാക്ക് എഡിഷൻ ആവും X7 എടുക്കുമ്പോ. അപ്പോൾ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞ് അങ്ങനെ ഇതന്നെ ഈ കളറിന് എടുക്കുമായിരുന്നു. അതെ, അപ്പം നമ്മൾ വരുന്ന സമയത്ത് പോയ സമയത്ത് തന്നെ 700 ഇപ്പൊ കോട്ടയം അയ്യരിയിൽ ഒരുപാട് വണ്ടികളുണ്ട്. ആലപ്പുഴയൊക്കെ ഒരുപാട് വണ്ടികൾ കണ്ടു. ബ്ലാക്ക് കളറിലുണ്ട്, കണ്ടു, പിന്നെ ബാക്കി കളേഴ്സും ഉണ്ട്. ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PWD റെസ്റ്റോറൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നലെ നമുക്കത് ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയി പോയി. ശനിയാഴ്ച കൂടെ ആയതുകൊണ്ട് നമുക്ക് റൂം കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ കുറേ നോക്കി എല്ലാം ഫില്ലാണ്. അപ്പോൾ ഒന്നും നമുക്ക് സ്റ്റേ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഗൂഗിളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കുറേ നോക്കിയിട്ട് ഓരോ സ്റ്റേകൾ നോക്കി, അല്ലെങ്കിൽ റൂംസ് കുറേ അതിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നായിട്ട് വിളിച്ചു നോക്കിയപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ടൈമിൽ, അതായത് 11 മണി സമയത്തൊക്കെയാണ് വിളിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ഏകദേശം ഒരു 11 മണിക്ക് ശേഷമാണ് നമുക്ക് ആ ഹോം സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ എന്താ വെച്ചാൽ ആ ഏരിയയിലൊന്നും അങ്ങനെ പരിചയമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നല്ല സ്റ്റേ ഏതാണ്, കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിലുള്ള സ്റ്റേയോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നല്ല സ്റ്റേകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ടൈം അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്ക് രാത്രി സ്റ്റേ ചെയ്യാനല്ല, അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെ പല കസ്റ്റമേഴ്സ്, നമുക്ക് ഓൾറെഡി അവിടെ അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരും നല്ല കോൺടാക്ട് ഉള്ള ആളുകളാണ്. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് തന്നെ ചിലരും അവിടുന്ന് നമ്മൾ തിരുവല്ല എന്നൊക്കെ വിളിച്ചിട്ട് നല്ല സപ്പോർട്ടായിട്ട് നമ്മൾ സംസാരിച്ച കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ വെറുതെ മെസ്സേജ് അയച്ചിട്ടിരുന്നായിരുന്നു, അപ്പം ഇങ്ങനെ അടുത്ത നല്ല സ്റ്റേ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം കുറേ പേര് നമുക്ക് കുറേ സ്റ്റേകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഫില്ലായി പോയി. അങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് നിങ്ങൾ വീഡിയോയിൽ കണ്ട ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്റ്റേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ബഡ്ജറ്റ് ലെവലില് നല്ല സ്റ്റേ ആണ്. AC ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മള് നോർമൽ റൂമായിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം ആളെ AC ഒക്കെ ഓൺ ചെയ്ത് തന്നു. നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നും കൂടെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റാൻഡ് എല്ലാം അടുത്താണ്. നിയറസ്റ്റ് ആണ്. ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം ഉണ്ട്. ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് റോഡിന്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ.